Hi students, SLC IT model examile sun clock ഭാഗത്തുനിന്നുള്ള question നോക്കാം. Display the position of the sun and moon from any city in India of 21st December 2024 with the help of sun clock software. Take a screenshot and save it in the exam10 folder in home with your register number _ question number as the file name. Display the time zone map on the sun clock software and select any Indian city. Make suitable changes in the progress value and adjust the date. Show the sun and moon on the map. Display the main latitudinal lines. Print the screen on the keyboard to take the screenshot. Copy the screenshot file from pictures folder and paste it into the exam10 folder in home. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഡിസംബർ 21 സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം സെലക്ട് ചെയ്ത് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ exam10 എന്ന ഫോൾഡർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൂൾ ബാർ വരുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതിൻ്റെ ടൈം സോൺ മാപ്പാണ്. ടൈം സോൺ മാപ്പ് കിട്ടാനായിട്ട് ഇതിൻ്റെ എക്സ്ക്ലമേഷൻ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ടൈം സോൺ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സിറ്റി, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓറഞ്ച് കളറിൽ കാണാം, ഓരോ ഡോട്ട്സ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഡൽഹി എന്നുള്ള ഈ ഒരു സിറ്റി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 30 ജാനുവരി 2024 ആണുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് 21 2024 ആണ്. അപ്പോൾ 21 ഡിസംബർ 2024 ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ജി സെറ്റ് ചെയ്യുന്നു. അതിൽ ഇവിടെ നമ്മൾ ജിയിൽ ക്ലിക്ക് ചെയ്തിട്ട് 30 ഡേയ്സ് ആക്കി മാറ്റുക. 30 ഡേയ്സ് ആക്കി മാറ്റിയിട്ട് ഇവിടെ നമുക്കിനി പ്ലസ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് എ എന്നുള്ള ടൂള് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എ എന്നുള്ള ടൂള് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ 29 ഫെബ്രുവരി ആയി. വീണ്ടും എ സെലക്ട് ചെയ്തു. 30 മാർച്ച്, ഇങ്ങനെ എ സെലക്ട് ചെയ്തിട്ട് ഡിസംബർ 21 ആക്കുക. ഡിസംബർ 25 ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൈനസ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ജിയിൽ പോയിട്ട് വീണ്ടും 1 ഡേ സെറ്റ് ചെയ്യുക. ബി എന്നുള്ളത് യൂസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അങ്ങനെ 21 ഡിസംബർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞതുപോലെ 21 ഡിസംബർ ആക്കി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സൂര്യനെയും ചന്ദ്രനെയും ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള വൈ എന്നുള്ള ടൂൾ കാണാം. ഈ വൈ എന്നുള്ള ടൂൾ സെലക്ട് ചെയ്താൽ നമുക്ക് സണ്ണിനെയും ഇവിടെ ഇതാ സണ്ണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വൈ എന്നുള്ള ടൂള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സണ്ണും മൂണും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. അപ്പം ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കമാൻഡ് ടി ആണ്. അപ്പം നിങ്ങൾ ഇവിടെയുള്ള ടി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നിങ്ങളുടെ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? അത് പിക്ചേഴ്സിലായിരിക്കും ഉണ്ടാവുക. അത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് exam10ലേക്ക് കൊണ്ടുപോകണം. അതിനായിട്ട് പ്ലേസസ് ഓപ്പൺ ചെയ്തു. ഇവിടെ പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിലേക്ക് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫയൽ ഇതാണ്. ഈ ഫയൽ ഒന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ റീനെയിം കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ ആ രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, ഗ്രൂപ്പ് 1ലെ ക്വസ്റ്റ്യൻ ആണ്. .png എന്നവിടെ വേണം റീനെയിം കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫയലിനെ നമ്മൾ exam10ലേക്ക് കോപ്പി ചെയ്യണം. റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തു. ഹോമിൽ exam10 എടുക്കുക. അതിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് ദ സൺ അറ്റ് എനി ഡേറ്റ് ടൈം ഓഫ് 25 ഡിസംബർ 2023 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ question number as the file name. Display the time zone map on the sun clock software and select any Indian city. Make suitable changes in the progress value and adjust the date. Show the sun on the map. Display the main latitudinal lines. Print the screen on the keyboard to take a screenshot. Copy the screenshot file from pictures folder and paste it into the exam10 folder in home. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം.
2023 ഡിസംബർ 25 പകൽ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം സെലക്ട് ചെയ്ത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്യുക. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ഇന്ത്യയിലെ ഒരു പട്ടണം സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ടൂൾ ബാർ വന്നിട്ടുണ്ട്. ഇനി എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്താൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയമേഖലാ ഭൂപടം അല്ലെങ്കിൽ ടൈം സോൺ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്യാനാണ്. 25 ഡിസംബർ 2023 ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിനി ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സിറ്റിയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മദ്രാസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ജി എന്നുള്ള ടൂളിൽ 30 days ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. 2024 ജാനുവരി ആണ്. അപ്പോൾ ബി എന്ന് കൊടുത്തു. അപ്പോൾ 31 ഡിസംബർ 2023 വന്നിട്ടുണ്ട്. ഇനി ജിയിൽ ഞാൻ 1 day ആക്കി മാറ്റുന്നു. വീണ്ടും മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 25 ഡിസംബർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദ സൺ ഓൺ ദ മാപ്പ്. അപ്പോൾ ആ സണ്ണിനെ ഷോ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ വൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു ടി ആണ് പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ടി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്തു. ഇനി പ്ലേസസിൽ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത പിക്ചറാണിത്. റൈറ്റ് ക്ലിക്കിൽ റീനെയിം കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ നമ്പർ 1 ആണ് .png റീനെയിം ചെയ്തു. ഇതിനെ റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്യുക. ഹോമിൽ എക്സാം 10 എടുക്കുക. റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.